ശശി തരൂർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ബഹുമാന്യനായ നേതാവാണ്. ഞങ്ങളുടെ 4 തവണ MP ആണ്. മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉന്നയിച്ച സംസ്ഥാനത്തെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ചർച്ചയാവുന്നത്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ കണക്കുകൾ വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളത് പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ശ്രീ ശശി തരൂർ അദ്ദേഹത്തിന് കിട്ടിയ ബോധ്യത്തിലാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് വളരെ വ്യക്തമായി അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് അദ്ദേഹം തന്നെ CPMന്റെ ബംഗാളിലെ അവസ്ഥയെക്കുറിച്ചും അവരുടെ വികസന വിരുദ്ധ കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അദ്ദേഹം പറഞ്ഞ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ, ഇപ്പം ആ കണക്ക് പറയുമ്പോൾ തന്നെ CPM പറയുന്നത് 2 കാര്യങ്ങളിലാണ് CPM ആ കണക്ക് ശരിയാണ് എന്ന് പറയുന്നത്. ഒന്ന്, കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി CPM വളരെ കാര്യമായി നടത്തുന്ന ഒരു PR വർക്കാണ് വ്യവസായവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് 3 ലക്ഷം സംരംഭങ്ങൾ 3 വർഷം കൊണ്ട് ഇവിടെ തുടങ്ങി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ്. 3, നമ്മുടെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ IT മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ കുതിച്ചുചാട്ടം നടത്തി എന്നുള്ളതാണ്. ഈ 3 കാര്യത്തിലാണ് CPMും കണക്ക് പറഞ്ഞത്. ശ്രീ തരൂർ ആ കണക്കിനെ പറഞ്ഞുകൊണ്ട് ഒരു ലേഖനവും എഴുതിയത്. ഈ 3 കാര്യങ്ങളിലും CPMും ശ്രീ തരൂരും പറഞ്ഞ കണക്കുകൾ തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. ആ കണക്കുകൾ പറയാൻ എനിക്കൊരു കുറച്ച് സമയം തന്നെ, കാരണം എനിക്ക് അടുത്ത ഘട്ടത്തിൽ സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന്, ഈ 3 ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്ന് പറയും. അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം മനോരമ ചാനലാണ്. കാരണം മനോരമ ചാനൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി തന്നെ ചെയ്തിട്ടുണ്ട്. 40 കൊല്ലമായി നിൽക്കുന്ന സംരംഭങ്ങളൊക്കെ പുതിയ സംരംഭങ്ങളായി എടുത്തുകൊണ്ട് ശ്രീ P രാജീവ് ഇതൊക്കെ ഇന്നലെ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഇട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ കാര്യം, ഈ 3 ലക്ഷം സംരംഭം തുടങ്ങുമ്പോൾ കേരളത്തിൽ നിന്ന് GDPക്ക് കൊടുക്കേണ്ട ഒരു വിഹിതം ഉണ്ടാവും. എന്താണ് കാര്യം? ഇപ്പോൾ 3 ലക്ഷം സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും മൈക്രോ ലെവൽ സംരംഭങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് വേണം. സ്മോൾ ആണെങ്കിൽ അതിന് മുകളിൽ 50 ലക്ഷം ഒക്കെയാണ്. ശരി, ഈ 10 ലക്ഷം രൂപ വെച്ച് 3 ലക്ഷം സംരംഭം തുടങ്ങിയാൽ 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ ഉണ്ടാകണം. അതിനകത്ത് ആർക്കും തർക്കം വേണ്ട. ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായാൽ ഒന്ന്, കേരളത്തിൽ അത്രയും തൊഴിലുകൾ ഉണ്ടാകണം. അതുണ്ടായിട്ടില്ല എന്നുള്ളത് കേരളത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് വ്യക്തമാക്കുന്നു. 2, കേരളത്തിന്റെ പൊതുസമൂഹത്തെ അറിയാവുന്നവർക്കറിയാം. കാരണം ദിനംപ്രതി ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വിദേശ രാജ്യത്തേക്ക് പോകുന്ന ഈ കേരളത്തിൽ അത്രയും തൊഴിലവസരം ഉണ്ടായിട്ടില്ല. 1. ഇനി 2, ഇത്രയും തുക ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും GDPയിലേക്ക് കേരളം കൊടുക്കുന്ന തുകയിൽ കൃത്യമായ ഒരു ഉയർച്ച ഉണ്ടാകണം. പക്ഷേ കുറച്ച് കാലങ്ങളായി തന്നെ 3.8ലാണ് കേരളം സ്റ്റാറ്റിക്കായി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഉയർച്ച കേരളത്തിൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒന്നാമത്തെ കള്ളം വീഴുകയാണ്. ഇനി 2, സ്വാഭാവികമായി 3 ലക്ഷം പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇപ്പോൾ ഉള്ള ഭൂരിഭാഗം ആളുകളും GST രജിസ്ട്രേഷൻ എടുക്കും. എന്തിനാണ്? കൃത്യമായി ടാക്സ് അടയ്ക്കാം, പിന്നെ ഈ ക്രെഡിറ്റ് ഇൻപുട്ടുകൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും GST രജിസ്ട്രേഷൻ എടുക്കും. നിങ്ങൾക്കറിയുമോ, ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് കേരളത്തിൽ പുതിയതായി എടുത്തിരിക്കുന്ന GST രജിസ്ട്രേഷൻ 34,000 മാത്രമാണ്. ഞാൻ ഈ പറയുന്ന കണക്കുകൾ ആർക്ക് വേണമെങ്കിലും ലംഘിക്കാം, എൻ്റെ സഹ പാനലിസ്റ്റുകൾക്ക് മുഴുവൻ വസ്തുതാപരമായി ലംഘിക്കാം. 34,000 സംസ്ഥാനത്തിന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിലുണ്ടായ പുതിയ GST രജിസ്ട്രേഷൻ. 3 ലക്ഷത്തിന്റെ 10% GST രജിസ്റ്റർ ചെയ്തതെന്ന് പറഞ്ഞാൽ എത്ര MSME കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് രണ്ടാമത്തെ കള്ളമായി ഇവിടെ വീഴുകയാണ്. ഇനി 3, ശ്രീ P രാജീവ് പറഞ്ഞത് 2 മിനിറ്റ് കൊണ്ട് കേരളത്തിൽ സംരംഭം ഉണ്ടാക്കാമെന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം തുടങ്ങിയ ഒരു വെബ്സൈറ്റാണ് K-Swift. ഈ K-Swift വഴി ഏകജാലക സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വ്യവസായത്തിന് കൊടുക്കുമെന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ഈ 3 ലക്ഷം സംരംഭങ്ങൾ ഈ K-Swift വഴി രജിസ്റ്റർ ചെയ്യേണ്ട ഇദ്ദേഹം പറഞ്ഞ ഈ K-Swiftൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആകെ എണ്ണം 64,000 ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ 3 ലക്ഷത്തിന്റെ കണക്ക് വന്നത്? ഇനി അത് മാത്രമല്ല, ഇദ്ദേഹം ഈ MSMEയുടെ കണക്കുകൾ പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ കണക്കുകളുണ്ട്. എന്താണെന്നറിയോ, 2021 ഒരു വ്യത്യാസമുണ്ടായി കേന്ദ്ര നിയമത്തിൽ. എന്താണ്? ഇപ്പൊ സംസ്ഥാനത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പലചരക്ക് കടകളുണ്ട്. ഈ പലചരക്ക് കട 2021 വരെ MSME ആയിട്ട് കണക്ക് കൂട്ടില്ലായിരുന്നു. പക്ഷേ 2021 ശേഷം MSME ആയി കണക്ക് കൂട്ടി തുടങ്ങി. അത് കേന്ദ്ര നിയമത്തിലുണ്ടായ വ്യത്യാസമാണ്. അങ്ങനെ 2022 കേരളത്തിലുണ്ടായ പുതിയ MSMEകൾ, അതായത് 2021 ഇല്ലാത്ത 2022 ഈ നിയമ വ്യതിയാനം കൊണ്ടുണ്ടായ പുതിയ MSMEകൾ എത്രയാണെന്നറിയോ? 49,000 ആ കണക്കെടുത്തിട്ടാണ് ഇപ്പോൾ ഈ കണക്കുണ്ടാക്കുന്നത്. എങ്കിൽ പോലും ഇനി ഞാൻ അതും കൂടെ കൂട്ടി പറയാണ്,
3 ലക്ഷം എന്ന ഫിഗർ പ്രിയപ്പെട്ട കേരളത്തിന്റെ വ്യവസായ മന്ത്രി വ്യാജമായി പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഫിഗർ ഇല്ല. അത് നിങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ വിഷയമാണ് കേരളത്തിലെ IT വിപ്ലവം. പ്രിയപ്പെട്ട ഷാനി, ഞാൻ നിങ്ങൾക്ക് 2 കണക്കുകൾ അയച്ചു തരാം. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസം ഇവർ പറയുന്ന 254% ഉയർച്ച കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഉണ്ടായി എന്ന് പറയുന്നതാണ് ആദ്യത്തെ വിഷയം. അത് തന്നെ ചെയ്തു എന്ന് പറയുന്നത് ഒരു ജിനോം എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സർവേ നടത്തിയ ഈ കമ്പനി കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ക്ലയന്റാണ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കാലങ്ങളായി ബന്ധമുള്ളവരാണ്. എന്നിരുന്നാൽ പോലെയും അത് അവിടെ നിൽക്കട്ടെ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഇവർ സർവേ നടത്തിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജൂലൈ 1, 2019 മുതൽ ഡിസംബർ 31, 2021 വരെയുള്ള കണക്കുകൾ എടുക്കുന്നു. രണ്ടാമത്തെ കണക്ക് ജൂലൈ 1, 2021 മുതൽ ഡിസംബർ 31, 2023 വരെ കണക്കെടുക്കുന്നു. ഈ കണക്കിന്റെ പ്രത്യേകത എന്താ? 7 മാസം ഈ കണക്കിൽ തന്നെ ഓവർലാപ്പാണ്. ലോകത്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സും, നിങ്ങൾ പ്രതീക്ഷിച്ച് നോക്കുന്ന ലോകത്തിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഓവർലാപ്പ് ചെയ്ത് കണക്കെടുക്കില്ല. കാരണം എന്താ? ആദ്യത്തെ കണക്കിലും ജൂലൈ മുതൽ ഡിസംബർ 2021 വരെ കണക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കണക്കിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കണക്ക് വന്നിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. കോവിഡിന്റെ സമയത്തുള്ള കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണവും കോവിഡ് കഴിഞ്ഞിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെ എണ്ണമാണ് ഇവർ കണക്കായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ വലിയ ഉയർച്ച 254% ഉയർച്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഉയർച്ച എന്ന് പറഞ്ഞാൽ വ്യാജമാണെന്ന് പറയാൻ കണക്ക് വായിച്ചു നോക്കിയാൽ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ 1.7 ബില്യൺ ആണ് നമ്മുടെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട തുക എന്ന് ഇവർ പറയുന്നത്. കർണാടകയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കർണാടകയിൽ എത്രയാണെന്ന് അറിയോ? 159 ബില്യൺ. വേണ്ട, തെലങ്കാനയിൽ എത്രയാണെന്ന് അറിയോ? 8.5 ബില്യൺ. എന്ന് പറഞ്ഞാൽ കേരളം ഈ ലിസ്റ്റിൽ വന്നത് തന്നെ, നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, കേരളം ഈ ലിസ്റ്റിൽ വന്നത് തന്നെ ഈ സർവേ നടത്തിയ കമ്പനി കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ക്ലയന്റ് ആണ്. അപ്പൊ ആ ക്ലയന്റ് ആയതുകൊണ്ട് തന്നെ അവരൊരു കൊമേഴ്ഷ്യൽ കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്താൽ അവർ ഈ കണക്കുണ്ടാക്കി തരും. പിന്നെ ആ കണക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇവർ ഈ ഉണ്ടാക്കിയ കണക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ? കേരളത്തിൽ അഫോർഡബിൾ ടാലന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും ഈ അഫോർഡബിൾ ടാലന്റ് എന്താണ് എന്ന് പറഞ്ഞാൽ, തുച്ഛമായ വിലയിൽ കേരളത്തിൽ നമുക്ക് തൊഴിലാളികളെ ലഭിക്കും എന്നുള്ളതാണ് ഈ അഫോർഡബിൾ ടാലന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 5ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തിലേക്ക് അഫോർഡബിൾ ടാലന്റ് വന്നു എന്ന് പറഞ്ഞാൽ 2022 ലഭിച്ചിരുന്ന, അതായത് കൊടുക്കേണ്ട തുകയേക്കാൾ കുറച്ചു കൊടുത്താൽ മതി കേരളത്തിൽ ആളെ ലഭിക്കാനുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാനം ഉയർച്ചയിലാണോ താഴ്ചയിലാണോ എന്നുള്ളത് ഇവർ തന്നെ ചിന്തിക്കട്ടെ. ഇനി രണ്ടാമത്തെ ഒറ്റ കണക്ക് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണെന്നറിയോ? ടെക്നോ പാർക്കിലെ ഒരു കണക്കാണ്. ഇപ്പൊ ടെക്നോ പാർക്കിൽ വലിയ കമ്പനികൾ വന്നു, ടെക്നോ പാർക്കിൽ വലിയ സംരംഭങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. ടെക്നോ പാർക്കിന്റെ കണക്ക് ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്താണ്? 2012-13 ടെക്നോ പാർക്കിലുള്ള കമ്പനികളുടെ എണ്ണം 285 ആണ്. 2015-16 ടെക്നോ പാർക്കിലുള്ള കമ്പനികളുടെ എണ്ണം 390 ആണ്. ഞാൻ പറഞ്ഞ കണക്കല്ല, ടെക്നോ പാർക്കിന്റെ കണക്കാണ്. എന്ന് പറഞ്ഞാൽ 4 കൊല്ലം കൊണ്ട് 105 കമ്പനികൾ പുതിയതായി തുടങ്ങി. ഇനി ഇവർ ഈ പറയുന്ന വ്യവസായ വിപ്ലവം നടത്തിയ IT മേഖലയിൽ ഉണർവുണ്ടാക്കി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ 2016 UDF പോകുമ്പോൾ 390 കമ്പനി, ഇപ്പോൾ ഉള്ളത് 490 കമ്പനി. അതായത് 4 കൊല്ലം കൊണ്ട് UDF ഭരണ കാലഘട്ടത്തിൽ 105 കമ്പനികൾ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് തുടങ്ങിയത് 100 കമ്പനികളാണ്. ഏതാണ് മികച്ചത്?